തകർന്നുപോയൊരു കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഏക മനുഷ്യൻ ജനസഞ്ചാരമില്ലാത്ത ഒരു ദ്വീപിലെത്തി. എങ്ങനെയെങ്കിലും തന്നെ രക്ഷിക്കണേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ദിവസവും ആകാശത്തേക്ക് നോക്കി സഹായിക്കണേ എന്ന് ഇടവിടാതെ പ്രാർത്ഥിച്ചു. പക്ഷേ ആരും വന്നില്ല. ഒടുവിൽ ക്ഷീണിതനായ അവൻ തന്നെയും തൻ്റെ കയ്യിലുള്ള സാധനങ്ങളെയും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി അവിടെയുണ്ടായിരുന്ന വിറക് കഷ്ണങ്ങൾ കൊണ്ട് ഒരു കുടിലുണ്ടാക്കി. ഒരു ദിവസം ഭക്ഷണത്തിനായി അലഞ്ഞു തിരിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ കുടിൽ മുഴുവൻ കത്തി. പുക മേൽപോട്ട് പോകുന്നത് കണ്ടു. എല്ലാം കത്തിച്ചാമ്പലായി, മുഴുവൻ നശിച്ചിരുന്നു. ദേഷ്യവും സങ്കടവും കാരണം അവൻ സ്തംഭിച്ചു നിന്നുപോയി. ഈശ്വര, ഇത് ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെ മനസ്സ് വന്നു? അവൻ ഉറക്കെ കരഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഒരു കപ്പൽ ആ ദ്വീപിലേക്ക് വന്നു. ശബ്ദം കേട്ട് അവൻ എണീറ്റ് നോക്കി. ആ കപ്പൽ അവനെ രക്ഷിക്കാൻ വന്നതായിരുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ക്ഷീണിതനായ മനുഷ്യൻ വന്ന ആളുകളോട് ചോദിച്ചു. ഞങ്ങൾ നിങ്ങളുടെ പുക സൂചന കണ്ടു, വന്നവർ മറുപടി പറഞ്ഞു. കാര്യങ്ങൾ മോശമാകുമ്പോൾ നാം അധൈര്യപ്പെടുന്നു, പക്ഷേ മനസ്സ് തളരരുത്. ഈശ്വരൻ നമ്മുടെ വേദനയും സങ്കടവും കണ്ട് പൂർണ്ണമായി അതിനെ മാറ്റിത്തരും എന്ന വിശ്വാസത്തോടെ ശരണാഗതി അടയുക. അദ്ദേഹം ഒരിക്കലും കൈവിടില്ല. ഒരു ചെറിയ കുടിൽ കത്തി വരുന്ന പുകയുടെ സന്ദേശം ഈശ്വരൻ കേട്ട പോലെ നാം കഷ്ടതയിൽ മനം നൊന്തു വിളിക്കുന്ന വിളി ഈശ്വരൻ തീർച്ചയായും കേൾക്കും.